രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവിന് കളമൊരുക്കുന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. സിനിമാ നടനിൽ നിന്നും രാഷ്ട്രീയ നേതാവായി മാറിയ വിജയിയും തമിഴ്നാട്ടിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ അണ്ണ DMKയും തമ്മിൽ സഖ്യമുണ്ടാക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചതായാണ് വിവരം. DMK നേതൃത്വത്തിലുള്ള സർക്കാരിനെ താഴെയിറക്കുക എന്ന പൊതുലക്ഷ്യത്തോടെയാണ് ഈ രണ്ട് ശക്തികൾ ഒന്നിക്കാൻ ശ്രമിക്കുന്നത്. അണ്ണ DMKയുടെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി പളനിസ്വാമി തിങ്കളാഴ്ച വൈകുന്നേരം വിജയിയെ ഫോണിൽ വിളിച്ച് നടത്തിയ സംഭാഷണമാണ് ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടക്കമിട്ടത്. അരമണിക്കൂറോളം നീണ്ട ഈ സംഭാഷണത്തിൽ നിലവിലെ ഭരണകക്ഷിയായ DMKയും മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്നിക്കണമെന്നാണ് EPS വിജയിയോട് അഭ്യർത്ഥിച്ചതായെന്ന് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന വിവരം. വിജയ് ഈ ക്ഷണം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമാകുന്നത്. സഖ്യത്തെക്കുറിച്ച് ഉടൻ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം പൊങ്കലിന് ശേഷം ഇക്കാര്യത്തിൽ മറുപടി പറയാമെന്നാണ് വിജയ് EPSന് മറുപടി നൽകിയിട്ടുള്ളത്. നിലവിൽ തന്റെ ശ്രദ്ധ മുഴുവൻ കരൂരിലെ ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നതിലും സംസ്ഥാന പര്യടനം പുനരാരംഭിക്കുന്നതിലുമാണ് എന്നാണ് വിജയ് EPSനെ അറിയിച്ചത്. എന്നാൽ വൈകാതെ ഒറ്റയ്ക്ക് കാണാമെന്ന് വിജയ് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ച സഖ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. EPS ആകട്ടെ വിജയുടെ നിലപാടിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും തിടുക്കമിഴുന്ന സമയം എടുത്തോളൂ എന്ന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. AIADMKയെ സംബന്ധിച്ചിടത്തോളം വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകവും യുവ വോട്ടർമാർക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനവും DMK വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ അനിവാര്യമാണ്. ഈ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നതിനിടെ കരൂരിലെ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളോടുള്ള വിജയുടെ സമീപനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സെപ്റ്റംബർ 27-ന് വിജയ് നയിച്ച TVKയുടെ രാഷ്ട്രീയ റാലിക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ദുരന്തം വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു തിരിച്ചടിയാകുമെന്ന് കരുതിയെങ്കിലും ദുരന്ത ബാധിതരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. ദുരന്ത ബാധിതരുടെ കുടുംബങ്ങളുമായി വാട്സപ്പ് വീഡിയോ കോൾ ചെയ്ത് വിജയ് സംസാരിച്ചു. കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുകയും എല്ലാ പിന്തുണയും ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിനു പുറമെ ദുരന്ത ബാധിതരെ നേരിൽ കണ്ട് സഹായം നൽകുന്നതിന് വേണ്ടി കരൂരിലേക്ക് പോകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിജയ് സംസ്ഥാന DGPക്ക് ഇമെയിൽ അയച്ചു. ദുരന്ത ബാധിതരുടെ കുടുംബത്തെ തനിക്ക് കാണണമെന്നും അവർക്ക് സഹായം നൽകാൻ കഴിയണമെന്നും അതിനാലാണ് സന്ദർശനത്തിന് അനുമതി തേടുന്നതുമെന്നുമാണ് വിജയ് ആവശ്യപ്പെട്ടത്. ഒരു പ്രതിസന്ധി ഘട്ടത്തെ വൈകാരികമായും രാഷ്ട്രപരമായും കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് ഇവിടെ പ്രകടമാകുന്നത്. കരൂർ ദുരന്തം സംബന്ധിച്ച് നിയമപരമായ വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് BJP നേതാവായ ഉമ ആനന്ദൻ നൽകിയ ഹർജി ഒക്ടോബർ 10-ന് സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഈ നിയമപരമായ നീക്കങ്ങൾ വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്കും പ്രതിച്ഛായക്കും നിർണായകമാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ AIADMK വിജയുമായി സഖ്യത്തിന് ഒരുങ്ങുന്നത് ശ്രദ്ധേയമാണ്. ഈ നീക്കങ്ങൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റിയെഴുതാനും സാധ്യതയുണ്ട്. നിലവിൽ DMK വിരുദ്ധ വോട്ടുകൾ ചിതറിക്കെടുക്കുന്ന സാഹചര്യത്തിൽ വിജയുടെ നേതൃത്വത്തിലുള്ള TVKയും AIADMKയും ഒന്നിക്കുന്നത് DMKക്ക് കടുത്ത വെല്ലുവിളിയാകും. വിജയുടെ രാഷ്ട്രീയ പ്രവേശത്തോടെ തമിഴ്നാട്ടിലെ സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെടുകയാണ്. പൊങ്കലിന് ശേഷമുള്ള വിജയുടെ തീരുമാനം തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർവചിക്കുന്ന സുപ്രധാനമായ പ്രഖ്യാപനമായി മാറിയേക്കും.